ഹലോ നമസ്കാരം. രാധാ സോമലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ കേൾക്കാം കേട്ടോ. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ എന്താ വെച്ചാൽ രേവതി വർഷോട് അന്ന് മണ്ഡപത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ പറയും എന്നാലും ചേച്ചിയുടെ ഭർത്താവ് എൻ്റെ അച്ഛനെ തല്ലി തൊട്ടും ശരിയല്ല ഇല്ല എന്നിങ്ങനെ പിന്നെയും പറയുകയാണ് അവൾ. അപ്പോൾ പറയും എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് എന്നോട് ഞാൻ പറഞ്ഞില്ലേ, ആ മാല ആ മാല പൂമാലയിൽ കൊരുത്ത് കിടക്കുന്ന കണ്ടിട്ടാണ് ഞാനത് എടുത്തതല്ലടാ. ഞാൻ മോഷ്ടിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ മോഷ്ടിക്കും എന്നുള്ളത് എന്ന് പറയും. ഒരിക്കലും ഇല്ല ചേച്ചി, എനിക്ക് ചേച്ചി അത്ര വിശ്വാസമാണ് എന്ന് പറയും. അപ്പോൾ പറയും നീ നമ്മളെല്ലാം കൂടെ ഒരുമിച്ചല്ലേ ഒരു വീട്ടിൽ കഴിഞ്ഞിരുന്നത്, എന്നിട്ട് പോലും ഞാൻ നിൻ്റെ പണമോ സ്വർണ്ണമോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് അധ്വാനിച്ച് ജീവിക്കുന്നവർ ആരുടെയും ഒരു മുതലും എടുക്കരുത് എന്നാണ് എൻ്റെ അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് രേവതി കേട്ടോ. അപ്പോൾ വർഷം ഇങ്ങനെ രേവതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ ദയനീയമായിട്ട് നോക്കി നിൽക്കുകയാണ്. അദ്ദേഹത്തിനോട് സച്ചേട്ടൻ അത്രയും ക്ഷമയോട് കൂടിയിട്ട് എന്നെ സംസാരിച്ചത്. സാർ, എൻ്റെ ഭാര്യ ഒരു തെറ്റും ചെയ്യില്ല എന്ന് വരെ പറഞ്ഞു. എന്നിട്ടും അദ്ദേഹം മനഃപൂർവ്വം എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ചെയ്തത്. അവസാനം സഹ്യ കെട്ടിട്ടാണ് സച്ചേട്ടൻ അത് തല്ലിയത്. കാരണം എന്നോട് പിച്ചെടുത്ത് കഴിഞ്ഞൂടെ എന്ന് വരെ ചോദിച്ചു മോളുടെ അച്ഛൻ. പിന്നെ മോളോടാണ് അങ്ങനെ ചോദിക്കുന്നത് വെച്ചാൽ മോളെങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വർഷമൊന്നും മിണ്ടണില്ല. അപ്പോൾ പറയും വർഷ നിങ്ങളില്ലാണ്ട് അങ്ങോട്ട് വരരുത്, വീട്ടിലേക്ക് വരരുത്, നിങ്ങളില്ലാണ്ട് നീയും ശ്രീകാന്തും വീട്ടിലേക്ക് വരാതിരിക്കരുത്, വരണം എന്ന് പറയുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ അമ്മയ്ക്കും അച്ഛനും അത് വല്ലാതെ വിഷമാവും എന്നൊക്കെ പറയും. അപ്പോൾ പറയും ഇതൊക്കെ എന്തുകൊണ്ട് അപ്പോൾ മണ്ഡപത്തുനിന്ന് ചേച്ചി പറഞ്ഞില്ല എന്ന് വർഷ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും എല്ലാവരും അത് പറഞ്ഞപ്പോൾ വർഷ അതല്ലേ വിശ്വസിച്ചത്, അല്ലെങ്കിൽ വർഷ ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു രേവതി ചേച്ചി അങ്ങനെ ചെയ്യില്ല, എനിക്ക് രേവതി ചേച്ചീനെ വിശ്വാസമാണ് എന്നൊരു വാക്ക് വർഷ അവിടുന്ന് പറഞ്ഞില്ല. അത് പറയാത്തതും എനിക്ക് ഭയങ്കര സങ്കടമായി എന്ന് പറയുന്നുണ്ട് രേവതി. അപ്പോൾ പറയും ഞങ്ങൾ ആരുടെയും മോഷ്ടിച്ചിട്ടില്ല, എൻ്റെ അനിയന് അങ്ങനെ ഒരു അബദ്ധം പറ്റി എന്നുള്ളത് സത്യം തന്നെയാണ്. സച്ചേട്ടൻ്റെ ബൈക്ക് എടുത്ത് കൊണ്ടുപോയി ആ ഒരൊറ്റ കാരണത്തിലാണ് എൻ്റെ അച്ഛൻ മരിച്ചതും എന്ന് പറയും. പിന്നീട് ഒരിക്കലും അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ പറയും എന്തായാലും വരണം, നിങ്ങൾ നീയും ശ്രീകാന്തും കൂടി തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരണം, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് അവിടെ കഴിയാം, നിങ്ങളില്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഒരു സമാധാനം ഉണ്ടാവില്ല എന്നങ്ങനെ കരഞ്ഞ് പറഞ്ഞിട്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് പോവുകയാണ്. എന്താ പറയുക, ഇവളടുത്ത് സംസാരിച്ചതിന് ശേഷം വർഷയോട് സംസാരിച്ചതിന് ശേഷം രേവതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അതുകൊണ്ട് വീണ്ടും വർഷ ഡബ്ബിങ് ചെയ്യാൻ കയറുകയാണ്. ഡബ്ബിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് പറയും ഇനിയുണ്ട്, നന്നായിട്ടുണ്ട്, പെർഫെക്റ്റായി അത് വർക്ക്. അപ്പോൾ പറയും ഇനിയുണ്ട് 2-3 കൂടി. പറയുമ്പോൾ സാറേ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് പറയും. അതിനെന്താ രേവതിയുടെ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഭക്ഷണം കൊണ്ട് എത്തില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ പറയും അതല്ല, ഞാൻ പോയി കഴിച്ചിട്ട് വരാമെന്ന് പറയും. അല്ല, അത്രയും സമയം ഓർഡർ ചെയ്തിട്ട് വേണമെങ്കിൽ കാത്തിരിക്കാമല്ലോ, അപ്പോഴേക്കും ഒരു ഇതും കൂടെ കഴിക്കാം നമുക്കെന്ന് പറയും. അപ്പോൾ അല്ല സാറേ എനിക്ക് അത്രയും വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതി അവിടുന്ന് പോരുകയാണ്. പക്ഷേ പിന്നെ എങ്ങടെ പോകണതെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളെ സച്ചി ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ പോവുകയാണേ. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ അവിടെ പോയിട്ട് നോക്കുമ്പോൾ ശ്രീകാന്ത് സച്ചിനെ കാണുമ്പോൾ സച്ചിനെ അങ്ങനെ നോക്കിയിട്ട് വേറൊരുത്തിനെ വിളിച്ചിട്ട് പറയും കസ്റ്റമർ വന്ന് നിൽക്കണ്ടല്ലേ, ആളെ ടേബിളിൻ്റെ അവിടെ കൊണ്ടിരുത്ത് എന്ന് പറയും. അപ്പോൾ സച്ചി വയ്ക്കും നീ എന്നെ ഒരു കസ്റ്റമറായിട്ടാണോ അവിടെ കണ്ടിരുന്നത് വയ്ക്കും. അപ്പോൾ പറയും പിന്നെ ഇതിനായിട്ട് അങ്ങോട്ട് വന്നത് വയ്ക്കും. ഞാൻ ഭക്ഷണം കഴിക്കാനൊന്നും വന്നതല്ല, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാണ് പറയും. എന്നെ ഇതിനായിട്ടാണ് കാണുന്നത് അറിയും. എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് പറയും. എനിക്ക് ഏട്ടനോടൊന്നും സംസാരിക്കാനില്ല അറിയും. ഏട്ടൻ വേറെ ആരോടെങ്കിലും പോയി സംസാരിക്കുകയെന്ന് പറയും. അപ്പോൾ പറയും എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരോട് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ വന്ന ആൾക്കാരോട് പോയിട്ട് പറയും. അപ്പോൾ എൻ്റെ പേര് സച്ചിത്, അവൻ്റെ ഏട്ടനാണ്, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം സംസാരിക്കേണ്ട പറയുമ്പോൾ ശ്രീകാന്ത് പിടിച്ചു വലിച്ചിട്ട് ഏട്ടാ എന്താ ഈ കാണിക്കുന്നു വയ്ക്കുമ്പോൾ അറിയും. പിന്നെ അല്ലാണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്, നീയല്ലേ നിന്നോട് സംസാരിക്കുക, നിനക്ക് നേരമില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് പറയും. ഏട്ടനിപ്പോൾ എന്താ വേണ്ടത് വെച്ചിട്ട് അങ്ങനെ പൂളിൻ്റെ അങ്ങോട്ട് വിളിച്ചും കൊണ്ട് പോവുകയാണ്. ഏട്ടൻ എന്താ ഇപ്പോൾ വേണ്ടത് വയ്ക്കും. അപ്പോൾ പറയും എനിക്ക് നിന്നോട് സംസാരിക്കണം, നീ എന്താടാ ഇങ്ങനെ കാണിക്കുന്നത്, നീ വർഷേനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് വാ എന്ന് പറയും. അപ്പോൾ പറയും ഏട്ടൻ എന്താ ചെയ്തത്, ഏട്ടന് വല്ല ഓർമ്മയുണ്ടോ, ഏട്ടൻ എന്തിനാ അദ്ദേഹത്തെ തല്ലിയത് പറയും. ഏട്ടാ ഞാൻ തല്ലാനുള്ള കാരണം എന്താ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്ന് പറയും. അപ്പോൾ അങ്ങനെ പറയും, വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും അപമാനിച്ചിട്ടുണ്ട് എൻ്റെ ഭാര്യേനെ. എനിക്കത് ഏതൊരു അന്തസ്സുള്ള പുരുഷനാണെങ്കിലും അത് കേട്ടുകൊണ്ട് നിൽക്കില്ല.
കുറേ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഒന്ന് സാറേ അങ്ങനെ പറയില്ലേ എന്ന് ഞാൻ പറഞ്ഞ് ഏറ്റവും ക്ഷമയോട് കൂടിയിട്ടാണ് ഞാനന്ന് അവിടെ ഇരുന്നത് തന്നെ. എന്നിട്ടും അത് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞാൽ അത്രയും ആളടയിൽ വെച്ച് എൻ്റെ ഭാര്യനെ അപമാനിക്കുമ്പോൾ ഞാൻ എങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുക, നീ കണക്ക് കേട്ടുകൊണ്ട് നിൽക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും എന്നാലും തല്ലണ്ടിയെന്നില്ല അറിയും, തല്ലണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് തല്ലിയതൊന്നുമല്ല, അങ്ങനെ സംഭവിച്ചു പോയതാണ് എന്ന് പറയും. എന്തായാലും നീ വീട്ടിലേക്ക് വാ, അച്ഛനും അമ്മയും നിന്നെ കാത്തിരിക്കേണ്ട, അവർക്ക് നീയില്ലാണ്ട് പറ്റില്ല. നീ എന്നെയോ എൻ്റെ ഭാര്യേനെയോ ആർക്കും വേണ്ട, കാരണം നീ ഇല്ലാണ്ട് അവിടെ ആർക്കും പറ്റില്ല. അപ്പോൾ അച്ഛനും അച്ഛമ്മയ്ക്കും ഭാര്യയ്ക്കും മാത്രം മതി എന്നെ, വേറെ ആർക്കും എന്നെ കാണുന്ന പോലും ഇഷ്ടമല്ല. അതുപോലെയല്ല ഞാനൊന്നും പുറമ്പോക്കാണ്, അതുപോലെയല്ല നീ അവളെയും കൂട്ടി വീട്ടിലേക്ക് വാറിയും. അപ്പോൾ നീ എന്തിനാ പിന്നെ അവളെ വീട്ടിൽ പോയി താമസിക്കണം, അതിൻ്റെ ആവശ്യമുണ്ടായിട്ട് അത് പിന്നീട് പ്രശ്നമാവിടാ, നീ വീട്ടിലേക്ക് പറയും. അപ്പോൾ ഏട്ടനെ വിചാരം എന്താ, ഞാൻ ആ വീട്ടിലാണോ താമസിക്കുന്നതെന്നാണോ നോക്കി, ഞാൻ അവിടെ നല്ല താമസിക്കുന്നത് അറിയും. പിന്നെ നീ എവിടെ താമസിക്കുന്നത് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ വന്നിട്ട് അറിയാം, സച്ചേട്ടൻ ഇവനെങ്ങനെയെങ്കിലും വീട്ടിലേക്ക് വിളിച്ചു കൊണ്ട് പോകണം, ഞങ്ങൾ തന്നെ ഈ തിങ്ങി ഇറങ്ങി 5-6 ആൾക്കാരും കൂടി ഒരു കുടിസ് റൂമിലാണ് കഴിയുന്നത്, ഇവനും അവിടെയാണ് കിടക്കുന്നത്, കിടക്കാനൊന്നും ഒരു അപ്പോൾ എന്താ പറയുക, അവൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് പറയുകയാണ്, പിന്നെ ഇങ്ങനെ കുടിസ് റൂമിലാണ് കിടക്കുന്നത്, അവനെ കൂട്ടിയും കൊണ്ട് പോകണം, സ്വന്തം വീടുണ്ടല്ലോ, പിന്നെ അവനെന്തിനത്ര വന്ന് കഷ്ടപ്പെടുന്നത് ശ്രീകാന്ത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയും, ഇവിടെ ഈ റെസ്റ്റോറൻറ്റിലോ റൂമിലോ എവിടെ നോക്കട്ടെ, ഇവിടെ എൻ്റെ റൂം പറഞ്ഞിട്ട് അവിടുന്ന് പെട്ടെന്ന് ശ്രീകാന്തിൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. സച്ചി റൂം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. പോണ സമയത്ത് പിന്നെ കാണാൻ ഒരു ഒരാളോടൊക്കെ, എവിടെ നിങ്ങളുടെ റൂം എവിടേക്കും, സച്ചിയുടെ റൂം എവിടേക്കും, അല്ല സച്ചിയുടെ അല്ല ശ്രീകാന്തിൻ്റെ റൂം എവിടേക്കുമ്പോൾ അതാന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കും. ഒരു കുഞ്ഞൊരു റൂം, അതിലൊരു നിലത്ത് കുറേ ചെറിയ ബെഡുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പറയും, എടാ നീ ഇവിടെയാണോ കഴിയുന്നതെന്ന് അറിയും. അപ്പോൾ എവിടെ ആയാലും എന്താ സമാധാനം ഉണ്ടാവില്ല അറിയും. വേണ്ടടാ, നിനക്ക് എത്ര റൂമും സൗകര്യങ്ങളും ഉണ്ട് അവിടെ, എന്നിട്ട് ഇത്ര ചെറിയ റൂമിൽ വന്നിട്ടാണോ നീ കഴിയുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ പറയും, ഞാൻ വർഷയുടെ കൂടെ ഒന്നുമല്ല, ഞാൻ ഇവിടെയാണ് അറിയും. എടാ നീ എന്തായാലും വീട്ടിലേക്ക് വാ, വീട്ടിലേക്ക് വരാതിരിക്കരുത്, അവിടെ അച്ഛനമ്മ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് പിന്നെയും സച്ചി. അപ്പോൾ ഏട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരില്ല, പിന്നെ ഏട്ടൻ അയാളെ തല്ലിയത് ശരിയായില്ല അറിയും. അപ്പോൾ പറയടാ, നാണം കെടുത്തുന്നതിൻ്റെ അത്രയും നാണം കെട്ടിട്ടാണ് ഞാൻ അവിടെ ഇരുന്നത്, എന്നിട്ടും പിന്നെ എനിക്ക് നിവർത്തില്ലാഞ്ഞിട്ടാണ് അന്ന് അങ്ങനെ സംഭവിച്ചു പോയത്, അതിൻ്റെ പേരിൽ നീ വീട്ടിലേക്ക് വരാതിരിക്കരുത് ശ്രീകാന്ത്, നീ വരണം എന്നൊക്കെ പറയും. അപ്പോൾ പറയും, പിന്നെ ഏട്ടാ നമ്മൾ പിന്നെ എന്താണ് കൂടപ്പറപ്പുകളല്ലേ എന്നറിയാണ്. അപ്പോൾ പറഞ്ഞു, കൂടപ്പറപ്പുകളൊന്നുമല്ല, ഏട്ടനെ പ്രസവിച്ച് കുറേ കഴിഞ്ഞിട്ടാണ് എന്നെ പ്രസവിച്ചിട്ടുള്ളത്, കുറേ വർഷം കഴിഞ്ഞിട്ട് എന്നെ പ്രസവിച്ചിട്ടുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ കൂടപ്പറപ്പാവും, സെപ്പറേറ്റ് അല്ലേ നമ്മൾ വന്നത്. അപ്പോൾ പറയും, നീ എന്ത് പറഞ്ഞോ അതൊന്നും കുഴപ്പമില്ല, നീ വീട്ടിലേക്ക് വാ, നിനക്കിന്നൊരു പാർസൽ വന്നു കഴിഞ്ഞിട്ട് അച്ഛൻ നിന്നെ വിളിക്കണ്ടായിരുന്നു, കാരണം നിൻ്റെ എല്ലാ തെറ്റുകളും, നിങ്ങൾ ഓടിപ്പോയി കല്യാണം കഴിച്ചത് പോലും അച്ഛൻ നിങ്ങളോട് ക്ഷമിച്ചതാണ്, എന്നിട്ട് വളരെ സ്നേഹമായിട്ട് അച്ഛൻ നിങ്ങളെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റിയതാണ്, എന്നിട്ട് പോലും നീ ഇപ്പോൾ ഈ ചെയ്യേണ്ടത് ശരിയല്ല ശ്രീകാന്ത് എന്നൊക്കെ പറയും. അപ്പോൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് എന്ത് പറഞ്ഞില്ല അമ്പിന് വലിയ അടക്കില്ല. അപ്പോൾ പറയും, വർഷമല്ലാണ്ട് ഞാൻ അങ്ങോട്ട് വരില്ല, വർഷയ്ക്ക് ഭയങ്കര ദേഷ്യത്തിലാണ് എന്നറിയും. അപ്പോൾ വർഷേനെ കൂട്ടിയിട്ട് തന്നെയാണ് നീ വരേണ്ടത്, നീ അല്ലാണ്ട് നീ ഒറ്റയ്ക്ക് വരണം എന്നല്ല ഞാൻ പറഞ്ഞത്, നീ വർഷേനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് വാ എന്നറിയും. അപ്പോൾ വർഷം വരും തോന്നുന്നില്ല, കാരണം വർഷയുടെ ഭയങ്കര ദേഷ്യത്തിലാണ്, അവളെ ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് കൂട്ടിയിട്ട് വരിക എന്ന് പറയും. അപ്പോൾ അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും, നീ അവളോട് സംസാരിക്കുക, അവളോട് കാര്യങ്ങളൊക്കെ എന്നിട്ട് നീ വർഷേനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് വാ എന്ന് പറയുകയാണ്. അപ്പോൾ പറയും, എനിക്ക് തോന്നുന്നില്ല വർഷം വരും എന്നുള്ളത്. അപ്പോൾ പറയും, നീ വർഷമല്ലാണ്ട് നീ അങ്ങോട്ട് വരില്ലേ എന്ന് ചോദിക്കുകയാണ് സച്ചി ശ്രീകാന്തിനോട്. അപ്പോൾ പറയും, ഇല്ല അവളില്ലാണ്ട് ഞാൻ അങ്ങോട്ട് വരില്ല ഏട്ടാ പറയും, കാരണം അവളെ അച്ഛനല്ലേ തല്ലിയണത്, അപ്പോൾ പിന്നെ അവളെങ്ങനെയാണ് അങ്ങോട്ട് വരിക, അപ്പോൾ അവളില്ലാണ്ട് ഞാൻ അങ്ങോട്ട് വരില്ല പറയും. ഇനി ഒരിക്കലും ഞാൻ അങ്ങോട്ട് വരില്ലേക്കുമ്പോൾ അറിയില്ല ഏട്ടാ, ഞാൻ ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വരുമായിരിക്കും, എന്തായാലും ഇപ്പം എന്തായാലും ഞാൻ വരില്ല എന്നറിയാണ്. അങ്ങനെ സച്ചി അവിടുന്ന് വളരെ വിഷമത്തോടു കൂടി ശ്രീകാന്തിനോട് സംസാരിച്ചിട്ട് അവിടുന്ന് തിരിച്ചു പോരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ വീട്ടിൽ പോയിട്ട് അമ്മോട് ഇങ്ങനെ പറയുക. അപ്പോൾ മറ്റേ ശരത്തും ഉണ്ട് അവിടെ. അപ്പോൾ രേവതിയുടെ അമ്മ പറയും, എന്നാലും അയാൾ തല്ലണ്ടിയിരുന്നില്ല മോളെ എന്ന് പറയും. അപ്പോൾ പറയും, തല്ലണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ല അമ്മ, അത്രയ്ക്ക് അയാൾ നാണം കെടുത്തിയിട്ടുണ്ട് എന്നെ, നമ്മുടെ വീട്ടുകാരെ നമ്മൾ മൊത്തം കള്ളന്മാരാന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ ആർക്കായാലും പറ്റില്ലല്ലോ അമ്മ, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോയത്. സച്ചേട്ടൻ ഒരിക്കലും മറ്റുള്ളവർ എന്നെ നാണം കെടുത്ത സച്ചേട്ടൻ ഒരിക്കലും സമ്മതിക്കില്ല അറിയാം. അപ്പോൾ എടുത്ത വഴിക്ക് ശ്രീകാന്ത് പറയും, ആദ്യം ആ തല്ലൊന്ന് ഒഴിവാക്കാൻ പറയും, ഏതു നേരം തല്ലി പിന്നെ മറ്റുള്ളവരെ മെക്കെട്ട് കയറാൻ നിൽക്കുന്ന സ്വഭാവം അത് ആദ്യം മാറ്റണം
എന്ന് പറയും. അപ്പോൾ പറയും നീ എന്ത് പറഞ്ഞിട്ടാടാ സംസാരിക്കുന്നത് അറിയാം. അപ്പോൾ പറയും എൻ്റെ കയ്യിൻ്റെ വേദന എപ്പോഴും മാറിയിട്ടില്ല എന്ന് പറയും. അപ്പോൾ പറയും പിന്നെ അത് നീ വാങ്ങിച്ച് കൂട്ടിയത് തന്നെയല്ലേ നിൻ്റെ സ്വഭാവത്തിന്, നീ എന്നോട് പറഞ്ഞിട്ടില്ലേ ആൻ്റണിയുടെ കൂടെ ജോലി ചെയ്യരുതെന്ന്, എന്നിട്ട് നീ അത് അനുസരിക്കുന്നുണ്ടോയെന്ന് പറയും. അയാളുടെ കൂടെ ജോലി ചെയ്ത് എന്താ, അയാൾ അത്ര മോശം ആളൊന്നും അല്ല, ഞാൻ ജോലി ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നീ പഠിക്കുക, നീ ഇപ്പോൾ ജോലി ചെയ്യണം, നീ പഠിച്ച് ഒരു നിലയിൽ വെച്ച് നിനക്ക് നല്ല ജോലി കിട്ടും, അങ്ങനെ നീ പൈസ സമ്പാദിക്കുക. അല്ലാണ്ട് അവൻ്റെ കൂടെ കള്ളനും കൊള്ളക്കാരനൊക്കെ അയാളുടെ കൂടെ പോയിട്ട് നല്ല ജോലി ചെയ്യേണ്ടത് എന്നിങ്ങനെ രേവതി പറയാണ്. അപ്പോൾ പറയും ആൻ്റണിയായിട്ട് അങ്ങനത്തെ ആളൊന്നും അല്ല എന്നൊക്കെ പറയും. പിന്നെ പണം ഞാൻ ഉണ്ടാക്കും, എങ്ങനെയും ഞാൻ പണം ഉണ്ടാക്കും, ചേച്ചിക്ക് അവിടെ പണം ഇല്ലാത്തതുകൊണ്ടാണ് ചേച്ചീനെ എന്ന് അവർ അപമാനിച്ച് വിട്ടത്. നേരെ മറിച്ച് ചേച്ചിയുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ചേച്ചീനെ ഒരിക്കലും അവർ അപമാനിച്ച് വിടില്ല. അതറിയില്ല, പണമാണ് നിനക്ക് മാനവും അഭിമാനമൊക്കെ തരുന്നത്, അത് ചേച്ചിക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ് അറിയും. അപ്പോൾ പറയും അതെനിക്കറിയാം, പക്ഷേ ഇങ്ങനെ കള്ളത്തരത്ത് കൂടെ പണം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല, നിനക്കത് എത്ര പറഞ്ഞു, നിന്നോട് എത്ര വട്ടം പറഞ്ഞത്, എന്നിട്ട് നീ എന്താ ഇത് മനസ്സിലാക്കാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ രേവതി. അപ്പോൾ പറയും എനിക്ക് പണം ഉണ്ടാക്കണം, അതിന് ഞാൻ ഏത് വഴിയും സ്വീകരിക്കും, എന്നിട്ട് വേണം എനിക്ക് കുറച്ച് ആൾക്കാരോട് പകരം ചോദിക്കാൻ എന്നിങ്ങനെ പറയുകയാണ് ശരത്ത്. അപ്പോൾ പറയും ശരത്തെ നീ നിൻ്റെ പാട്ടിന് നിന്നോ, നീ വേണ്ടാത്തതിനും പോണ്ട, നിന്നോട് ഒരുപാട് പ്രാവശ്യമായി ഞങ്ങൾ പറയണു, നീ പിന്നെ നിൻ്റെ ഇഷ്ടം പോലെ ജീവിക്കല്ലേ, ഇപ്പോഴത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളുണ്ട് എന്നിങ്ങനെ പറയും. അപ്പോൾ പറയും എന്താണ് ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് പണം ഉണ്ടാക്കണം, അത് ഞാൻ ഉണ്ടാക്കുകയും ചെയ്യും, എന്നിട്ട് വേണം എനിക്ക് എല്ലാവരുടെയും മുന്നിൽ കുറച്ച് പേരോട് പകരം വീട്ടാൻ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവന് ദേഷ്യം വന്ന്, അപ്പോൾ നിന്നോടെന്താ പറഞ്ഞാൽ മനസ്സിലാക്കുമ്പോൾ അവിടുന്ന് ചാടി നീക്കുകയാണ് ശരത്ത്. എന്നിട്ട് രേവതിയുടെ അമ്മോടും കൂടെ ഇങ്ങോട്ട് തട്ടി കയറി എന്നിട്ട് കസാരയൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് അവനൊരൊറ്റ പോക്കണ്ട് പോവുകയാണ്. അപ്പോൾ പോണ സമയത്ത് പിന്നെ രേവതി ചോദിക്കുക എന്താ ഇവൻ ഈ കാണിക്കുന്നത്, എന്താ അവൻ ഇങ്ങനെ നോക്കുമ്പോൾ പറയും ഇപ്പോഴത്തെ അവൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് മോളെ, ഞാൻ എത്ര പറഞ്ഞാലും അവന് മനസ്സിലാവുന്നില്ല, ഞാൻ എന്താ ചെയ്യുക എന്നറിയും. അപ്പോൾ പറയും അത് അപകടമാണല്ലോ. അപ്പോൾ പറയും ഇവനിതിങ്ങനെ വിട്ടാൽ പറ്റില്ല അറിയും. അതെ ഞാനും അത് ആലോചിക്കുകയല്ല, പക്ഷെ ഒരു രക്ഷയില്ല എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടാളും കൂടെ നിന്ന് സംസാരിക്കുന്നിടത്തോടുകൂടി നമ്മൾ ചെമ്പനീർ പോകുന്ന അവിടെ സ്റ്റോപ്പാണ്. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട കാണുക. പിന്നെ കഥയാണ്, കുറേ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്, എന്താ പറയുക. അതുപോലെ എന്താണ് നിങ്ങളുടെ നല്ല സഹകരണം വേണം. അതുപോലെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊക്കെ അമർത്തി പിന്നെ എന്താ പറയുക ലൈക്കൊക്കെ തന്ന് സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. പിന്നെ അതുപോലെ മിസ്റ്റേക്കുകൾ വരും, ക്ഷമിക്കുക. ഓക്കെ, താങ്ക് യു.